മരക്കൊമ്പിലിരിക്കുന്ന പക്ഷി ആ മരം ഒടിഞ്ഞു വീഴുമോ എന്ന് ഭയപ്പെടുന്നില്ല. കാരണം പക്ഷി മരക്കൊമ്പിനെയല്ല, തന്റെ ചിറകുകളെയാണ് വിശ്വസിക്കുന്നത്. അതുപോലെ സ്വന്തം കഴിവുകളിൽ വിശ്വസിച്ച് മുന്നേറുന്ന വനിതാ രത്നങ്ങൾക്കുള്ള വേദിയാണിത്. ഇത് റെഡ് കാർപ്പറ്റ്. സോ ലെറ്റ്സ് ബിഗിൻ ദി ഷോ. ദിസ് ഈസ് റെഡ് കാർപ്പറ്റ്. ആൻഡ് റെഡ് കാർപ്പറ്റിൽ ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ പോകുന്നത് മലയാളി ടെലിവിഷൻ പ്രേക്ഷകർക്കും അല്ലെങ്കിൽ വീട്ടിൽ എല്ലാ ദിവസവും പല വേഷങ്ങളിൽ വന്ന് നമ്മളെ ആനന്ദിപ്പിക്കുന്ന രണ്ട് ആക്ടേഴ്സാണ്. സോ ലെറ്റ്സ് വെൽക്കം സീമാജി നായർ ആൻഡ് കിഷോർ സത്യ. റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. ചേട്ടാ, ഈ എന്താണ് ഇങ്ങനെ സൗന്ദര്യം ഡേ ബൈ ഡേ കാണുമ്പോ ഇങ്ങനെ കൂടി കൂടി വരികയാണ്? ഇത് എങ്ങോട്ടുള്ള പോക്കാണ്? എല്ലാവരും മേക്കപ്പിന്റെ ബലമല്ലേ? മേക്കപ്പിന്റെ എന്നാലും മേക്കപ്പിനൊക്കെ ഒരു പരിധി ഉണ്ട്. പക്ഷെ ഇത് ഒറിജിനൽ ആണ്. കുറച്ച് പുട്ടിയൊക്കെ ഉണ്ട്. കുറച്ചുണ്ട്. ടെലിവിഷൻ രംഗത്തെ മമ്മൂക്ക എന്നൊക്കെ ആളുകൾ വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയില്ല. അങ്ങനെയുണ്ടോ ചേച്ചി? ഇങ്ങനെ നിർത്തി ഇങ്ങനെ പഠിക്കേണ്ട കാര്യമുണ്ടോ? ചേച്ചി റാണി മുഖർജി അല്ലേ? ഞങ്ങളുടെ മലയാളത്തിലെ റാണി മുഖർജി. നല്ല ചേർച്ച. റാണി മുഖർജിയും മമ്മൂക്കയും. റാണി മുഖർജിയുടെ അതേപോലെ സംസാരിക്കുകയും അല്ലെങ്കിൽ അതിനേക്കാളും മികച്ചതായി അഭിനയിക്കുകയും ചെയ്യുന്ന ഒരാളെ നമുക്കുള്ളപ്പോ പിന്നെ എന്തിന് മോളെ ഇത് പൊങ്ങി പൊങ്ങി അവിടെ പോയിട്ട് മുട്ടിയിട്ട് താഴേക്ക് വരുമോ? വരും വരും. ആരാണ് ഒരു കള്ള കൃഷ്ണൻ ഇതിവിടെ? ആരായിരിക്കും? ചേച്ചിയുടെ ബോയ് ഫ്രണ്ട്? ആ നല്ല. ഇനി അതിന്റെ കൂടെ കഥ ഉണ്ടാകാനുള്ളൂ. അല്ല, എനിക്കറിയാം. ഇതാണ് ചേച്ചിയുടെ അപ്പുകുട്ടൻ അല്ലേ? അതെ. സാധാരണ നമ്മൾ എപ്പോഴും കാണുന്നത് സാരി, അതിലൊക്കെ കൃഷ്ണൻ, ബുദ്ധ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷെ മകന്റെ ഒരു പിക്ചർ ഒരു സാരിയിൽ വരച്ചിട്ട് ഞാൻ ഇതുവരെ ഒരു അമ്മയും അങ്ങനെ ചെയ്തേക്കുന്ന കണ്ടിട്ടില്ല. അതെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ ദിവസം കുറച്ച് മ്യൂറൽ പെയിന്റ് ചെയ്യിച്ചിരുന്നു. ഗാർഗി എന്നാണ് കുട്ടിയുടെ പേര്. മുണ്ടക്കയാണ് വീട്. അപ്പൊ ഞാൻ പെട്ടെന്ന് ചോദിച്ചു, മോളെ അപ്പുവിന്റെ ഒരു ഫോട്ടോ വെച്ചൊരെണ്ണം തരാമോ എന്ന് ചോദിച്ചു. അപ്പൊ വന്നപ്പോ നല്ല ഭംഗിയുണ്ട്. പിന്നെ ആദ്യമായിട്ട് ഇവിടെയാണ് ഉദ്ഘാടിച്ചത്. ഇതാരും കണ്ടിട്ടില്ല, അവൻ പോലും കണ്ടിട്ടില്ല. ഇനി വേണം എന്റെ കൊച്ചിനെ കാണിക്കാൻ. വലിയ സർപ്രൈസ് തന്നെയാണ് റെഡി ആക്കിയിരിക്കുന്നത്. മനോഹരമായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാൻ ഒരാളുടെ പടം ഇതുപോലെ മ്യൂറൽ പെയിന്റ് ചെയ്യുക, അല്ലെങ്കിൽ മറ്റേ എന്താണ് മ്യൂറൽ പെയിന്റ് അല്ല, അതൊരു ചെറിയ കാര്യമല്ല. എന്തായാലും അതൊരു ഭയങ്കര ബ്രില്യന്റ് ആയിട്ടുള്ള ടാലന്റ് ആണ് ചെയ്തിട്ടുള്ളത്. ഗാർഗിക്കും ഒരു വലിയ കയ്യടി. ചേച്ചി ഇത് കലക്കി. ആരും ചെയ്യാത്ത വെറൈറ്റി കാര്യങ്ങൾ കൊണ്ടാണ് സീമ ചേച്ചി എപ്പോഴും വരുന്നത്. അതാണ് നമ്മുടെ ഹൈലൈറ്റ്. അപ്പൊ എന്തായാലും നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ ഇരുന്ന് സംസാരിക്കാം. റെഡി? അപ്പൊ സീമ ചേച്ചി, കിഷോറേട്ടാ, നമുക്ക് കിഷോറേട്ടന്റെ അടുത്തുനിന്ന് ഒരു കാര്യം ചോദിക്കാനുണ്ട്. കാരണം അമൃത ടിവിയുടെ തന്നെ വനിതകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഷോ, അതിന്റെ ആങ്കർ ആയിരുന്നു. ഇതും നമ്മൾ വനിതകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഷോ തന്നെയാണ്. പക്ഷെ ആദ്യം വന്ന വനിതാ രത്നം അത് ശരിക്കും ഒരു എല്ലാവരും നോക്കി കണ്ട ഒരു ഷോ ആയിരുന്നു. ഉറപ്പായിട്ടും. എനിക്ക് ഏറ്റവും സന്തോഷമുള്ളത്, കാരണം ഞാൻ ഈ ഫ്ലോറിൽ കൂടെ എന്റെ കാലടികൾ പതിയാത്തൊരു സ്ഥലം പോലും ഈ ഫ്ലോറിലില്ല. കുറേ വർഷങ്ങൾ 4 എഡിഷൻ ആയിരുന്നു. അതിൽ 3 എഡിഷൻ ഞാനാണ് ചെയ്തത്. അത് ശരിക്കും എനിക്ക് തോന്നുന്നു ലോക ടെലിവിഷൻ ചരിത്രത്തിൽ ആദ്യമായിട്ട് വനിതകളല്ല, അത് നമ്മൾ ആദ്യത്തെ എഡിഷൻ എന്ന് പറഞ്ഞാൽ അമ്മമാർക്ക് വേണ്ടിയിട്ടാണ്. അത് അമ്മമാർക്കായിട്ടുള്ള ഒരു പ്രോഗ്രാം ഇല്ലാത്തതുകൊണ്ട്, പ്രത്യേകിച്ച് ഈ ചാനലൊരു അമ്മ ലീഡ് ചെയ്യുന്നൊരു ചാനലാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അമ്മയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമായിരുന്നു അമ്മമാർക്ക് വേണ്ടിയിട്ടൊരു ഷോ എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഷോ ഡിസൈൻ ചെയ്തിട്ട് വനിതാ രത്നം എന്ന് പറഞ്ഞ ഈ ഫ്ലോറിൽ ഒരുപാട് പ്രാവശ്യം ഇതുപോലെ ഈ മ്യൂസിക്കിന്റെ അകമ്പടിയോടെ വരാൻ ഭാഗ്യം കിട്ടിയ ഒരാളാണ് ഞാൻ. പിന്നീടാണ് നമ്മൾ കൂടുതൽ ഡിമാൻഡ് വന്നപ്പോഴത്തേക്ക് നമ്മളൊരു അതിൻ്റെ അടുത്ത എഡിഷൻ മുതൽ ഈ അമ്മമാർ എന്നുള്ളത് മാറ്റിയിട്ട് വിവാഹിതരായ സ്ത്രീകൾ എന്നൊരു ക്രൈറ്റീരിയ ഉണ്ട്. അപ്പോൾ നമ്മൾ അന്നും പറയും ഈ പറഞ്ഞ പോലെ ഒരു വിമൻ എംപവർമെൻറ്റ്, അല്ലെങ്കിൽ നമ്മളൊരു സ്വയം തിരിച്ചറിയാൻ പറ്റുക. എനിക്ക് നമുക്ക് വ്യക്തിപരമായിട്ട് ഒരുപാട് ആൾക്കാർ അറിയാം ആ ഷോയിലൂടെയൊക്കെ വന്നിട്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മളിൽ ഇങ്ങനൊരു ടാലൻ്റ് ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് കൊണ്ടുവരാൻ ഒരുപാട് ആളുകൾക്ക് വരാൻ പറ്റിയൊരു പ്ലാറ്റ്ഫോമായിരുന്നു വനിതാ രത്നം. ചേച്ചിയുടെ നോർത്ത് ഇന്ത്യൻ ട്രിപ്പൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? അടിച്ചു വിളിച്ചോ? കാശ്മീർ യാത്രയൊക്കെ കഴിഞ്ഞ്? അതെ, കുഴപ്പമില്ല. കാശ്മീർ യാത്രയൊക്കെ പോയി മഞ്ഞിലൊക്കെ കുളിച്ച്. പിന്നെ നമ്മളെ ഏറ്റവും ഫീൽ ചെയ്തത് പുൽവാമ ആക്രമണം നടന്നില്ലേ, അപ്പം അതുവഴി വന്നപ്പോഴത്തേക്കിനും അവിടെ കുറച്ച് നേരം നമ്മൾ വണ്ടി നിർത്തി. അപ്പോഴാണ് ഡ്രൈവർ പറഞ്ഞത് ഇവിടെ വെച്ചാണ് 35 പേരുടെ മരണം ഉണ്ടായൊരു സംഭവമുണ്ട്. ഈ റോഡ് തകർന്ന് താഴേക്ക് പോയിരുന്നു. ഇപ്പം ഇത് കണ്ടില്ല, അതാ അവരാ റോഡ് റിപ്പയർ ചെയ്ത ആ പോർഷനൊക്കെ കാണിച്ചു തന്നു. അപ്പം നമുക്ക് വല്ലാത്തൊരു
അപ്പോൾ പട്ടാളക്കാരുടെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ അവർക്ക് കുറേ പ്രശ്നങ്ങളുണ്ടല്ലോ, അങ്ങനെ എടുക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയില്ല. സത്യത്തിൽ ഇതിനു വേണ്ടിയിട്ടല്ല പോയത്. ഈ കാശ്മീരിൽ പോയി കളകഥയാണ്. കാശ്മീരിൽ പോയ യഥാർത്ഥ കഥ പ്രേക്ഷകരോട് ഞാൻ ആദ്യമായിട്ട് പറയാം. അതായത് പാകിസ്ഥാനിൽ നിന്നും ഒരു അനാഥ ബാലൻ ഇന്ത്യൻ സോയിലിൽ പെട്ടുപോയി. അപ്പോൾ അവനെ തിരിച്ചെത്തിക്കാൻ വേണ്ടിയിട്ട് ചാരിറ്റി പ്രവർത്തനം നടത്താൻ ആരും ഇല്ലാതിരുന്നതുകൊണ്ട് ആരൊക്കെയോ പറഞ്ഞിട്ട് ഫേസ്ബുക്ക് വഴിയൊക്കെ സീമാജിതായിരുന്ന ഒരാൾ കേരളത്തിലുണ്ട്, അപ്പോൾ അവരെ വിളിച്ചാൽ മോന് തിരിച്ച് പാകിസ്ഥാനിൽ എത്താന്ന് പറഞ്ഞിട്ട് അതായിരുന്നു മിഷൻ. ഇത് വെറുതെ എന്റെ കൂട്ടത്തിൽ നാട്ടുകാരെ പറ്റിക്കാൻ പറഞ്ഞത്. എന്നെ ഇങ്ങനെ കൊന്നു കൊല വിളിച്ചപ്പോൾ സമാധാനമില്ല. ഞാൻ യഥാർത്ഥ ഒരു കാര്യം കാശ്മീർ യാത്രയുടെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ എന്താണെങ്കിലും അതായത് നമ്മുടെ മനസ്സിലൊക്കെ ഇപ്പോ ചേച്ചി എന്ന് പറയുമ്പോൾ ഒരു ദൈവതുല്യം, എല്ലാവർക്കും ആശ്രയിക്കാൻ പറ്റുന്ന, അങ്ങനെ നമുക്ക് എപ്പോഴും സഹായം ചോദിക്കാൻ പറ്റുന്ന അങ്ങനെ ഒരു രൂപമായി മാറി. അത് നമ്മൾ സമ്മതിച്ചിരിക്കുന്നു. അതുകൊണ്ടായിരിക്കും മദർ തെരേസ അവാർഡ് ചേച്ചിക്ക് ലഭിച്ചു. അത് വളരെ ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു അവാർഡാണ് ഇതിനെ സംബന്ധിച്ചിടത്തോളം. നല്ല മനസ്സുള്ള ആൾക്ക് പറ്റത്തുള്ളൂ. അൺഫോർച്ചുനേറ്റ്ലി താങ്കൾക്ക് അങ്ങനെ നല്ല മനസ്സുണ്ട്. കിഷോറേട്ടാ, ഈ സീമ ചേച്ചിയുടെ കൂടെ മുന്നേ അഭിനയിച്ചപ്പോൾ അല്ലെങ്കിൽ മുന്നേ ചേച്ചി ഇത്ര നല്ല മനസ്സിന്റെ ഉടമയാണെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? സീമ ഞങ്ങൾ അഭിനയിച്ചിട്ടില്ല. സീമ എനിക്ക് ശരിക്കും നമ്മുടെ ഒരു സഹപ്രവർത്തക എന്നുള്ള നിലയിൽ നമ്മൾ വളരെ അഭിമാനത്തോടു കൂടി നമ്മൾ ഒരു സംഘടനാ പ്രവർത്തനത്തിന് ഞങ്ങൾ ഒന്നിച്ചുണ്ട്. ടെലിവിഷൻ ആക്ടിവിറ്റീസിൽ നമ്മൾ ഒന്നിച്ച് അഭിനയിച്ചിട്ടില്ല. പക്ഷെ അതിലുപരിയായിട്ട് നമുക്ക് സീമയോടുള്ള ഒരു സ്നേഹമോ അല്ലെങ്കിൽ നമുക്കൊരു ബഹുമാനം എന്ന് പറയുന്നത് ഈ സീമയുടെ ഈ ഒരു സോഷ്യൽ ആക്ടിവിറ്റീസ് തന്നെയാണ്. അത് യാതൊരു സംശയമില്ല. ഈ കിഷോറേട്ടന് സീമ ചേച്ചിയുടെ ഒരുവിധം എല്ലാ കാര്യങ്ങളും ഇങ്ങനെ അറിയാം, ഇത്ര നാളത്തെ പരിചയമുണ്ട്. പക്ഷെ മോഹൻലാൽ അറിയാത്ത മോഹൻലാലിന്റെ നായികയാണ് സീമ ചേച്ചി എന്നുള്ളത് ചേട്ടനറിയാം? എനിക്കറിയില്ല. മോഹൻലാലിനും അറിയില്ല. അതാണ് അതിന്റെ അറിയില്ല. അതായത് നമ്മുടെ ലാലേട്ടന്റെ നായികയാണ് ഈ സീമ ചേച്ചി. ലാലേട്ടൻ അറിയില്ല. നായിക എന്നൊന്നും പറയില്ല. ആൾക്കാര് എന്തൊക്കെയോ ചിലപ്പോ ഇത് ഏത് പടമാന്നൊക്കെ ചിന്തിച്ചു പോകും. ഇപ്പൊ തന്നെ ആളുകൾ ഗൂഗിളിൽ ഞാനും ചിന്തിച്ചു ഏത് പടം. ആദാമിന്റെ ഭാര്യയിലായിട്ടാണ് അഭിനയിച്ചെന്ന് പറഞ്ഞു. അങ്ങനൊന്നും അല്ല കേട്ടോ, അങ്ങനെ കളിയാക്കുമെന്ന്. അടുത്തടുത്ത് തെളിയിക്കാൻ പോവുക. അടുത്തടുത്തെന്ന് പറഞ്ഞ സിനിമയില് അടുത്തടുത്ത് സത്യൻ അന്തിക്കാട് സാറായിരുന്നു ഡയറക്ടർ. അതിനകത്ത് റഹ്മാനുണ്ട്, അഹല്യ എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ലാലേട്ടൻ്റെ വൈഫായിട്ട് എനിക്ക് തോന്നുന്നു ഒരു 16-17 വയസ്സ് കാണുമായിരിക്കും. അത്രേ ഉള്ളൂ. എത്രാമത്തെ പടാ അത്? ഇല്ല, ഞാൻ തുടങ്ങിയേ ഉള്ളൂ. അപ്പം ഒരു കുഞ്ഞിന്റെ ആണോ 2 കുഞ്ഞിന്റെ എന്തോ ഒരു ആണെന്ന് തോന്നുന്നു. കുഞ്ഞിന്റെ അമ്മയായിട്ട് ഇപ്പൊ അഹല്യക്ക് ലാലേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്. പുള്ളിക്കാരി പ്രണയിക്കുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരി ലാലേട്ടനെ കാണാൻ വരുമ്പം ബെല്ലടിക്കുമ്പോൾ ഡോർ ഓപ്പൺ ചെയ്യുന്നത് ഞാനാണ് പുള്ളിയുടെ ഭാര്യ ചെയ്തു. അപ്പോഴാണ് ഇവർ ഈ വിവരം അറിയുന്നതും പിന്നെ ഇവർക്കാകെ ഒരു തകർച്ച വരുന്ന കൺഫ്യൂഷൻ ഉണ്ടാകുന്നതും. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഇന്ന് വരെ, കാരണം അങ്ങനെയാണെങ്കിൽ ലാലേട്ടൻ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ പുള്ളി പറയില്ലേ പണ്ട് നമ്മൾ അടുത്തടുത്ത്. ആ സമയത്ത് ലാലേട്ടൻ ലൊക്കേഷൻ ഉണ്ടായിരുന്നില്ല. അല്ല, ഉണ്ട്, ലാലേട്ടൻ അറിയാം. പക്ഷെ ഇത് ചിലപ്പം ഞാനാണോ എന്നുള്ളത് അന്ന് ഈ സീമാജി അറിയില്ലല്ലോ. പിന്നെ മഹാസമുദ്രത്തിലാണ് ചെയ്തത്, ലൈലയുടെ സിസ്റ്ററായിട്ട്. അത് ലാലേട്ടനാണല്ലോ, അത് ലാലേട്ടൻ അറിയാം ഞാൻ അഭിനയിച്ചിട്ടുണ്ടെന്ന്. അല്ല, നായികയോ നീയമ്മ പറഞ്ഞ എന്നെ പേടിപ്പിക്കാതെ. ഞാൻ എന്തായാലും അങ്ങനെ തന്നെയാണ് മനസ്സിൽ. മോഹൻലാലിന്റെ നായിക സീമാജി നായർ. ഞാൻ ഈ ലാലേട്ടനോട് ചോദിക്കും, ലാലേട്ട അടുത്തടുത്തൊരു സിനിമയിലെ അഭിനയിച്ചിട്ടുണ്ടോന്ന് ചോദിക്കണേ ഉറപ്പായിട്ട്. എന്നിട്ട് എന്നാ പറഞ്ഞെന്നു എന്നോട് പറയും. ഈ ലാലേട്ടൻ സീമ ചേച്ചി ഈ കഥ പറഞ്ഞപ്പോഴാണ് മമ്മൂക്കയുടെ മുന്നില് അക്ഷരം വിഴുങ്ങിയ ഒരാളാണ് ഇദ്ദേഹം. ആണോ? അക്ഷരം ഇനിയും കണ്ടാലും ഞാൻ വിഴുങ്ങുന്നു. അക്ഷരം കണ്ടാലല്ല, മമ്മൂക്കെ കണ്ടാ വിഴുങ്ങും. അയ്യോ, അതെന്താന്ന് വെച്ചാ ഒരു നിമിഷം സ്തബ്ധനായിപ്പോയി, അല്ലെങ്കിൽ എന്ന് പോയി എന്റെ ബാല്യം എന്ന് പറയുന്ന പോലെ. എന്തായിരുന്നു സംഭവം? അല്ല, അതെന്റെ രണ്ടാമത്തെ സിനിമ, എന്റെ ആദ്യ സിനിമ യൂത്ത് ഫെസ്റ്റിവൽ ആയിരുന്നു. രണ്ടാമത്തെ സിനിമ എന്ന് പറയുന്നത് തസ്കര വരെ മമ്മൂക്കയുടെ കൂടെ. അപ്പൊ നമുക്ക് മമ്മൂക്ക എന്ന് പറയുന്ന ഒരാളെ നമുക്ക് എന്താ പറയാ, നമുക്കൊരു വലിയൊരു ഹിമാലയ പർവ്വതം നിൽക്കുന്ന ഒരാളായിട്ട് ഫീൽ ചെയ്യത്തുള്ളൂ. അപ്പം അദ്ദേഹത്തിന്റെ ക്യാരക്ടറിന്റെ പേര് അറക്കളം ബേബി എന്നാണ്. എനിക്ക് ഒരിക്കലും അദ്ദേഹത്തിന് അറക്കളം ബേബി ആയിട്ട് കാണാൻ പറ്റില്ല. ഞാനിങ്ങനെ മമ്മൂക്ക നിൽക്കുന്നു. അപ്പൊ ആദ്യമായിട്ട് അവനിപ്പം ഞങ്ങൾ 3 പേര്, ഇപ്പം എല്ലാത്തിലും പടത്തെ മമ്മൂക്കയ്ക്ക് 3 ഗാങ് പോലെ കാണും. അപ്പം ഞങ്ങൾ 3 പേരായിരുന്നു. ഞാൻ, ബിയോൺ, അച്ചു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരു സീനിൽ മമ്മൂക്കയുടെ കൂടെ കോംബോ ആദ്യമായിട്ട് അഭിനയിക്കുമ്പോൾ നമ്മളിങ്ങനെ 3 പേരുണ്ട്, മമ്മൂക്കയുണ്ട്. ഏതൊരു ഡയലോഗ് പറയണം. ഞാൻ ഡയലോഗൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പത്മശ്രീ മമ്മൂട്ടിയുടെ മുമ്പിൽ നിന്നിട്ട് ഡയലോഗ് പറയുന്നു.
പക്ഷെ ഡയലോഗൊന്നും പുറത്തേക്ക് വന്നില്ല, അത് ഞാൻ അറിഞ്ഞില്ലല്ലോ. ചേട്ടാ വൻ അഭിനയം. ഞാൻ വന്ന അഭിനയം, കാരണം നമുക്ക് തൊണ്ടയൊക്കെ വരണ്ട് പോയിട്ട് നമുക്ക് ശബ്ദം പോലും പുറത്തേക്ക് വരുന്നില്ല. ഈ ക്ലാപ്പൊക്കെ അന്നുണ്ടായിരുന്നോ? ക്ലാപ്പ് ഉണ്ട്. ഉണ്ട്. അപ്പൊ അതും കൂടി പേടിയായോ? ക്ലാപ്പ് പേടിയില്ല, കാരണം ഞാൻ ഒരുപാട് ക്ലാപ്പ് അടിച്ചിട്ടുണ്ട്. ക്ലാപ്പ് എനിക്ക് പേടിയില്ല, എനിക്ക് മമ്മൂക്ക മാത്രമേ ഉള്ളായിരുന്നു പ്രശ്നം. പക്ഷെ എന്നാലും നമ്മൾ തോന്നക്കൽ പഞ്ചായത്തിൽ അരികൾ കുറച്ച് പറക്കി. ഇല്ല, അരി പെറുക്കണമെങ്കിൽ ഒരു അരി പുറത്തേക്ക് വരണ്ടേ, എന്നാലേ പെറുക്കാൻ പറ്റുള്ളൂ. ഇത് പുറത്തേക്ക് അരി വരുന്നില്ല. അരി തോന്നക്കൽ പഞ്ചായത്തിൽ അരി മുഴുവൻ അരിയൊന്നും വരുന്നില്ല. നമുക്കൊരു ഗെയിം കളിക്കാം. ഗെയിം കളിക്കുമ്പോ കുറച്ചും കൂടി എനർജി കിട്ടും. അയ്യോ, സിമ്പിൾ ഗെയിമാണ്, ഡോണ്ട് വറി, ഞാനുണ്ട്. അതാ ഒരു വിശ്വാസത്തിലാണ്. ഓക്കെ, എന്തായാലും നമുക്കൊരു ഗെയിം കളിച്ചു കാണാം. അപ്പോൾ ഒരു വിഷ്വൽ ഗെയിമിലാണ് നമ്മൾ പോകാൻ പോകുന്നത്. അതായത് പാട്ടുകൾ ഐഡന്റിഫൈ ചെയ്യാം. കുറച്ച് വിഷ്വൽസ് നമ്മളിങ്ങനെ കാണിക്കും. അപ്പൊ ആദ്യം വിഷ്വൽ സീമ ചേച്ചിക്കാണെങ്കിൽ രണ്ടാമത്തെ വിഷ്വൽ കിഷോറേട്ടന്, സീമ ചേച്ചി കിഷോറേട്ടൻ, അങ്ങനെ മാറി മാറി നമ്മൾ പോകുന്നു. നമുക്ക് നോക്കാം. ആദ്യം സീമ ചേച്ചി തന്നെ തുടങ്ങട്ടെ. സീമ ചേച്ചിയുടെ വിഷ്വൽ നമുക്ക് നോക്കാം. അവിടെ വരും. ഇത് ഒരു കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള സോങ്ങാ ചേച്ചി. അയ്യോ, ആ ഫസ്റ്റ് വിഷ്വൽ നോക്കൂ. അത് എന്ത് കളിയാണ് ചേച്ചിക്ക് മനസ്സിൽ ആ ഒരു ഇത് കാണുമ്പോൾ ഒരു ഗെയിമിന്റെ പേര് ഓർമ്മ വരുന്നില്ല, അതിന്റെ മലയാളീകരിക്കും. നമ്മളിങ്ങനെ നമ്മൾ കുഞ്ഞു പിള്ളേരൊക്കെ ഇങ്ങനെ കണ്ണുപൊത്തിക്കളിയല്ലേ? പക്ഷെ കണ്ണുപൊത്തിക്കളിക്ക് ഒരു വേറെ ഒരു ഇതും കൂടി, വേറൊരു പേര്. എന്നാ താഴത്തെ നോക്കിയേ, ആ താഴത്തെ വള്ളി, ഇപ്പുറത്ത് വീടല്ലല്ലോ, പ്രോപ്പർ വീടല്ലല്ലോ അത്. ചേച്ചി വള്ളി കിട്ടിയില്ലേ? ഇപ്പുറത്തെ വീടിന് ചേച്ചി കുറച്ച് ഇങ്ങനെ കൂടാരല്ല, അതേപോലെ വേറൊരു വാക്കുണ്ട് കൂടാരത്തോട് അനുബന്ധിച്ച്. അതന്നെ, വള്ളിക്കുടിൽ. ഒരുക്കി കിട്ടിയില്ല അല്ലേ? കിട്ടിയില്ല. കിഷോറേട്ടന് വേണമെങ്കിൽ പറയാം. അയ്യോ, മറ്റത് ഇങ്ങനെ കണ്ണ് പൊത്തി നമ്മളിങ്ങനെ ഒളിച്ച്. ഞാൻ പറയാം. ഒളിച്ചിരിക്കാൻ വള്ളിക്കുടിലൊന്നും ഒരുക്കി വെച്ചില്ലേ? സമ്മാനം കിട്ടിയ പാസ് ക്വസ്റ്റ്യന് നമ്മൾ പോയിന്റ് ഇല്ല, ബട്ട് സ്റ്റിൽ ചേട്ടൻ അറ്റംപ്റ്റ് ചെയ്തു. ഇനി അടുത്ത കിഷോറേട്ടന്റെ പ്രോപ്പർ ചാൻസ് ആണ്, നോക്കിക്കോളൂ വിഷ്വൽ. എന്റെ രാഗം വന്ന് ഹൃദയരാഗം വീണ. ഈ നാലാമത് എന്താ പടം? അതായത് ഹൃദയം മനസ്സിലായല്ലോ, ഹൃദയം. മറ്റത് രാഗം. മറ്റത് വീണ എന്നല്ലാണ്ട് വീണയിൽ നിന്ന് വരുന്ന നാദം അല്ലെങ്കിൽ വീണയുടെ ആ ഒരു ഗീതയുണ്ട്. ചേട്ടാ ഇപ്പൊ പറഞ്ഞതൊന്ന് കണക്ട് ചെയ്ത് നോക്കി. ഹൃദയരാഗ വീണയോ? വീണ എന്ത് ചെയ്തു നമ്മള്? ഹൃദയരാഗ തന്ത്രി മീട്ടി സ്നേഹഗീതയിൽ. അല്ലയോ, ആൻസർ കറക്റ്റ് ആയോ? ആൻസർ കറക്റ്റ് ആണ്. വളരെ സിമ്പിൾ ആണ്. ഹൃദയ രാഗ വീണ മീട്ടി സ്നേഹഗീതം. നമുക്കിനി സീമ ചേച്ചിയുടെ വിഷ്വൽ നോക്കാം. എന്റെ ദൈവമേ, ഒന്ന് എളുപ്പമായിരിക്കും. ഇത് സിമ്പിൾ ആണ്. നമ്മുടെ ആ ആക്ടറിന്റെ പേര്, ആക്ട്രസിന്റെ പേര് തന്നെയാണ് വെച്ച് പാട്ട് തീരം. നമ്മൾ മറ്റേ എന്താ പറയാ, വീട്ടിലേക്ക് ഇങ്ങനെ കോലം ഇടുന്നതിന്റെ വേറൊരു വേർഡ്. നമ്മള് ചില അമ്പലത്തിലെ ഉത്സവത്തിനൊക്കെ സാധാരണ ഇങ്ങനെ വരയ്ക്കും, ദേവിയുടെ ഉത്സവത്തിന്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ. കാവേരി തീരത്തെ കളമെഴുതുന്ന കല്യാണി. അതൊക്കെ കളം എഴുതുന്ന മുറ്റത്ത് കളമ. അതെന്താണ് കുഞ്ഞതായിട്ട് ഇങ്ങനെ നിക്കുന്നതിന് നമ്മൾ എന്ത് പറയും? തൈ. ഇനി അടുത്ത പേര് പറ. മുല്ലപ്പൂ. അപ്പൊ എങ്ങനെ വരും? ഒന്ന് എല്ലാം കണക്ട് ചെയ്തൊന്ന് പാടി നോക്കി. കാവേരി തീരത്തെ കല്യാണി തൈമുല്ലേ. എന്റെ ഗാനഭൂഷണം മുണ്ടക്കൻ സീമേ. ദൈവമേ, നിങ്ങൾ എന്നെ നാണം കെടുത്തി കൊല്ലും. ചേച്ചി ഇത്ര വേർഡ്സ് കറക്റ്റ് ആയിട്ട് പാട്ടൊന്ന് പാടിയേക്ക് ഒറ്റൊരു വരി. കിട്ടിയില്ല? കിട്ടി, ഞാൻ പറഞ്ഞില്ലേ? അത് പറഞ്ഞു. കാവേരി തീരത്തെ മുറ്റത്ത് കാവേരി തീരത്തെ കളമെഴുതും മുറ്റത്തെ കല്യാണി തൈമുല്ലേ. നമ്മള് ഗാനഭൂഷണം അല്ലല്ലോ. കാവേരി തീരത്തെ കളമെഴുതും മുറ്റത്തെ കല്യാണി തൈമുല്ലേ. അയ്യോ, അത് പാടി തരണം. സിമ്പിൾ. കിഷോറേട്ടന് ഒരുപാട് ഹെൽപ്പ് ചെയ്തു. അതുപോലെ സഹായിക്കും. രണ്ടുപേരും ഓരോ പോയിന്റ്സ് നേടിയിരിക്കുകയാണ്. ഇനി അടുത്തത് മഞ്ചാടി മണി. അതന്നെ, മഞ്ചാടി മണി. ഒടിയനിലെ സിനിമ അല്ലാതെ അതിലെ ക്യാരക്ടേഴ്സിന്റെ പേരൊന്നും ആലോചിച്ച് നോക്കിയേ. ആ കഥാപാത്രത്തിന്റെ പേര് മാണിക്യൻ. അപ്പൊ മഞ്ചാടി
മാണിക്യ മഞ്ചാടി മണി മാണിക്യ ചെപ്പോ മാണിക്യ കുടവും താഴെയുള്ളത് എന്താണ്? ഒരു കുടവും ഒരു ബക്കറ്റ് കുടവും. വെള്ളവും. അതായത് നമ്മളിങ്ങനെ വെള്ളം ഇങ്ങനെ ഇങ്ങനെ ഫുള്ളായിട്ട് വെക്കുന്നതിന് നമ്മൾ മലയാളത്തിലൊരു ഇത് നിറകുടം പറയുന്നത്. നിറകുടം നിറഞ്ഞത്. ആ കുട അപ്പുറത്തുണ്ട്, ഇപ്പുറത്ത് വെള്ളം എന്താ ചെയ്തു വെച്ചിരിക്കുന്നത്? വെള്ളം നിറച്ച് നിറച്ച് വെച്ചേക്കും. നിറച്ച്. ആ അപ്പൊ അതൊന്ന് കണക്ട് ചെയ്ത് നോക്കി. മഞ്ചാടി മണി കൊണ്ട് മാണിക്യ കുടം നിറഞ്ഞു. വാ, എന്റെ super. ദൈവമേ. വേറെ മാതിരി അതിന്റെ ഒരു വരി പാടാൻ പറ്റുമോ? ഞാൻ പാടില്ല. ഗാനഭൂഷണം. കൊല്ലു ഇനി ആ വാക്ക് പറഞ്ഞു. പക്ഷെ കറക്റ്റ് ആയിട്ട് പറഞ്ഞു. മഞ്ചാടി മണി കൊണ്ട് മാണിക്യക്കൂടം നിറഞ്ഞു. പക്ഷെ ചേട്ടാ തകർത്തു, അടിപൊളി. അടിപൊളി. അടുത്ത സീമ ചേച്ചിയുടെ. അമ്മ അതാരെ മാർട്ടിൻ ലൂതർ കിങ്ങോ? ആ പുള്ളിയെ പറ്റി പാടുണ്ടോ? അത് പുള്ളിയെ കുറിച്ച് പാട്ടുണ്ടോ? ഇല്ല. അതായത് ആദ്യത്തെ മനസ്സിലായോ? ഒന്ന് അതിനെ ഒന്നെന്ന് പറയാണ്ട്. അതെ. രണ്ടാമത്തെ ലൈൻ എന്താ? ആദ്യത്തെ ലൈൻ ഞാൻ ഉദ്ദേശിക്കുന്നതായിരിക്കും. ആ ചേച്ചി ഒന്ന് പറഞ്ഞു നോക്കി. ഒന്നെന്ന് പറയാണ്ട് നമ്മളിങ്ങനെ പറയും ഒരു ഒരു 100 ആ ഇപ്പഴത്തെ ആക്ട്രസിന്റെ പേര്. ആശ. ആ അപ്പൊ എങ്ങനെയാ? 100 ആശകൾ. 100 ആശകൾ. കറക്റ്റ്. ഇനി അടുത്തത് 100 ആശകൾ. 100 ആശകൾ. ഇനി ഇത് കണക്ട് ചെയ്ത് നോക്കിയേ. മിഴി 100 ആശകൾ. മിഴികളിൽ മിഴിയിൽ മൊഴിയുന്ന പൂക്കൾ. മൊഴിയുന്ന പൂക്കൾ. ഇപ്പൊ ഗാനരചന ചെയ്തിരിക്കുകയാണ് അവിടെ. ഇപ്പൊ ഗാനരചന ശിവാജി നായർ. വിടർന്ന് വിടർന്നല്ല, വിടർന്നിങ്ങനെ പന്തലിച്ച്. പന്തലിക്കണേന് പുഷ്പിച്ചിന് വേറെ എന്നതാണോ എനിക്കൊന്നും അറിയത്തില്ല ചേച്ചി. പുഷ്പിച്ചു എന്ന് പറയുന്നത് നമ്മൾ വേറെ പുഷ്പിച്ചു, പറയും. വിടർന്നു, മൊട്ടിട്ടു. അല്ല, പൂക്കൾ വിരിഞ്ഞു. ഇതെങ്ങനെ? ഇതെന്ത് കഥകളിയാ? വിടർന്ന് പന്തലിച്ചു. എനിക്കൊന്നും അറിയത്തില്ല. അല്ല ശരി, തോറ്റു. അപ്പൊ തോറ്റിരിക്കുകയാണ്. ഉം. ചേട്ടൻ വേണം പാടിക്കോ. 100 ആശകൾ. 100 ആശകൾ മിഴികളിൽ മൊഴികളിൽ പൂത്തുവോ. വോ വരാത്തോണ്ടാണ്. അല്ല, പൂത്തു പറഞ്ഞില്ലല്ലോ. പൂത്തു ഞാൻ പറഞ്ഞു. ഒരു വോയ്ക്ക് വേണ്ടി എന്റെ മാർക്ക് കുറയ്ക്കാൻ പറ്റത്തില്ല. ഹലോ. ഞാൻ സമ്മതിക്കത്തില്ല. പുഷ്പിച്ചു എന്നാ പറഞ്ഞു. പുഷ്പിച്ചു, പന്തലിച്ചു, ഇതൊഴിച്ച് ബാക്കി എല്ലാം പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞു. പൂത്ത് മാത്രം അത് മാത്രം പറഞ്ഞില്ല. പറഞ്ഞില്ല. സാരമില്ല. 2-3 മാർക്ക്. 3 മാർക്ക് കിട്ടി. ആ എന്തായാലും കിഷോറേട്ടൻ ജയിച്ചു. ജയിച്ചു. സീമ തോറ്റു. ഇനി അത്ര ഉള്ളായിരുന്നു. ഞാൻ തോറ്റു. എന്തായാലും ഈ ഒരു ഗെയിമിൽ ഗാനഭൂഷണം മുണ്ടക്കെ സേമ മലർത്തിയടിച്ചുകൊണ്ട് മലർത്തിയടിച്ചുകൊണ്ട് ഗോപൻ ചേട്ടന്റെ നാടേതാ? അല്ല അത് പക്ഷെ അത് പറയും മല്ലപ്പള്ളി കിഷോർ. മല്ലപ്പള്ളി കിഷോർ ജയിച്ചിരിക്കുന്നു. മുണ്ടക്കയത്തിന് മലർത്തിയടിച്ചുകൊണ്ട് മല്ലപ്പള്ളി കിഷോർ ജയിച്ചിരിക്കുന്നു. ഗാനഭൂഷണം ഒരു ഗ്ലാസിൽ പോലെ ഇല്ല, ഒരു പഞ്ചുമില്ല. ഉള്ള പഞ്ച് മതി. അപ്പൊ ഈ മല്ലപ്പള്ളി കിഷോറിനുള്ള സമ്മാനം ഞാൻ എടുത്തിട്ട് വരാം. എന്നിട്ട് സീമ ചേച്ചിക്ക് പണിഷ്മെന്റ് പറയാം. പണിഷ്മെന്റ് ഉണ്ടാവും. ശിക്ഷ.